നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് CPM-ന് പുതിയ നേതൃത്വം. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M. രാജഗോപാൽ MLA തെരഞ്ഞെടുത്തു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് രാജഗോപാലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതിയതായി ഇടം പിടിച്ചപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് മുൻകൂർ ജാമ്യം. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് താൽക്കാലിക ആശ്വാസം. യെദ്യൂരപ്പയ്ക്ക് കർണാടക ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം നൽകിയത്. എന്നാൽ കേസിലെ FIR റദ്ദാക്കണമെന്ന യെദ്യൂരപ്പയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ വീണ്ടും കേസിൽ വിശദമായ വാദം കേൾക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ കാണാനെത്തിയ പോക്സോ കേസ് അതിജീവതയെ പീഡിപ്പിച്ചു എന്നതാണ് യെദ്യൂരപ്പയ്ക്കെതിരായ കേസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 28-കാരിക്ക് വെട്ടേറ്റു. വെൺപകൽ സ്വദേശി സൂര്യയ്ക്കാണ് വെട്ടേറ്റത്. യുവതിയുടെ ആൺസുഹൃത്താണ് വെട്ടിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. നെയ്യാറ്റിൻകരയിൽ ഉച്ചയോടെയാണ് സംഭവമുണ്ടായത്. സൂര്യയുടെ വീട്ടിൽ കയറി ആൺസുഹൃത്ത് ആക്രമിക്കുകയായിരുന്നു. വെട്ടിയതിനു ശേഷം ആൺസുഹൃത്തും സുഹൃത്തുക്കളും ചേർന്ന് സൂര്യയെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കടന്നു കളയുകയും ചെയ്തു. അതേസമയം ഇവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. സൂര്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണു. 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ ജാജുവാണ് മരിച്ചത്. രക്ഷിതാക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതായിരുന്നു. രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തുനിന്നും കളിക്കുകയായിരുന്നു കുട്ടി. മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. ഡൊമസ്റ്റിക് ആഗമന ടെർമിനലിനടുത്ത് വെച്ച് ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ദില്ലിയിലെ സ്കൂളുകൾക്ക് വീണ്ടും ബോംബ് ഭീഷണി. ക്ലാസുകൾ ഓൺലൈനായി തുടരും. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് ദില്ലിയിലും നോയിഡയിലും പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായത്. അൽക്കോൺ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് ബോംബ് ഭീഷണി സന്ദേശം ഇമെയിലിൽ ലഭിച്ചത്. പ്രിൻസിപ്പൽ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിക്കുകയും പോലീസ് അധികൃതർ സ്കൂളിലെത്തുകയും ചെയ്തു. സ്കൂളും പരിസരവും പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ക്ലാസുകൾ ഓൺലൈനാക്കി ക്രമീകരിച്ചത്. ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. നോയിഡയിലെ ശിവനാടാർ സ്കൂൾ, സെന്റ് സ്റ്റീഫൻസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു.